എല്ലാവർക്കും നമ്മുടെ ഒരു പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ. ഉണ്ണിയപ്പം എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റാണ് ഇതിൻ്റെ ഉള്ളൊക്കെ. നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പം എന്ന് പറയുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ചെയ്തതെന്ന് കഴിക്കുമ്പോൾ ഒരിക്കലും പറയില്ല കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി അപ്പമാണ് കേട്ടോ ഇത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ കമൻറ്റുകൾ മറക്കാതെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. പിന്നെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ഉണ്ണിയപ്പം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു അപ്പം റെഡിയാക്കാനായിട്ട് ഒരു ഗ്ലാസോളം വരുന്ന നുറുക്ക് ഗോതമ്പ് 4 മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുത്ത് അത് കഴുകി അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടാണ് ഇട്ടത്. നമ്മൾ വെള്ളം ഊറ്റിയെടുക്കുന്ന സമയത്ത് എത്രത്തോളം ഈ ഒരു നുറുക്ക് ഗോതമ്പിൽ നിന്ന് നമുക്ക് വെള്ളം കളയാൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രത്തോളം നന്നായിട്ട് കളഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഒരുപാട് നമ്മൾ മാവ് അരക്കുന്ന സമയത്ത് വെള്ളമായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പം കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം അതൊന്ന് എടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റായിട്ട് ഒരു ഗ്ലാസോളം വരുന്ന നുറുക്ക് ഗോതമ്പുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നുറുക്ക് ഗോതമ്പ് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഇച്ചിരി ഒന്ന് കൂടുതലുള്ളത് കൊണ്ട് 2 ട്രിപ്പായിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ പകുതി നുറുക്ക് ഗോതമ്പ് നമുക്ക് ആദ്യത്തെ ട്രിപ്പിൽ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പോളം വരുന്ന വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കൂടി പോവണ്ട. ഈ ഒരു അളവിലൊക്കെ നമ്മൾ നുറുക്ക് ഗോതമ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പോളം വെള്ളം മാത്രം മതി. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് അരച്ചിട്ടെടുക്കാം. ഇനി ബാക്കി വരുന്നിട്ടുള്ള നുറുക്ക് ഗോതമ്പും കൂടി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു അപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഏലക്കായ മുഴുവനായിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഈ ഒരു അപ്പത്തിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുപഴമാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ മൈസൂർ പഴം അല്ലാന്നുണ്ടെങ്കിൽ പളയങ്കോട് പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരെണ്ണം ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴമൊന്നും അതായത് വലിയ പഴമൊന്നും ഉപയോഗിക്കാം കേട്ടോ. ചെറുതായിട്ടുള്ള ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം. അതിപ്പോൾ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ അപ്പത്തിന്റെ പുറം ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ക്രിസ്പായി കിട്ടാൻ വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂണോളം വരുന്ന റവ അല്ലാന്നുണ്ടെങ്കിൽ തരിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പോൾ വറുത്ത റവയാണ് അല്ലാന്നുണ്ടെങ്കിൽ വറുക്കാത്ത റവയാണ് എന്തായാലും കുഴപ്പമില്ല. അതിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ അല്ലാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം വരുന്ന വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് നമ്മൾ നേരത്തെ അരച്ചെടുത്തതുപോലെ പേസ്റ്റ് പരുവത്തിൽ ഇതും കൂടി നമുക്ക് അങ്ങോട്ട് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി പേസ്റ്റ് പരുവത്തിൽ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് എത്രത്തോളം നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റും അത്രത്തോളം ഫൈനായിട്ട് തന്നെ അരച്ചിട്ടെടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ശർക്കര പാനിയാണ്. അപ്പോൾ ശർക്കര എന്ന് പറയുമ്പോൾ 3 ക്യൂബോളം വരുന്ന ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് ഉരുക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടത്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട്. ചൂടോടുകൂടി വേണം നമ്മൾ ഈ ഒരു ശർക്കര പാനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പിൻ്റെ ആ ഒരു പേസ്റ്റിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും നമ്മുടെ അപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ 3 ക്യൂബോളം വരുന്ന ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുക്കുക. എന്നിട്ട് അത് ചൂടോടുകൂടി നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു നുറുക്ക് ഗോതമ്പിലിട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഒരു സ്പാച്ചിലോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ശർക്കരപ്പാനി ചേർത്തിട്ട് ഒന്ന് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ആയി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 1/2 ടേബിൾ സ്പൂണോളം വരുന്ന എള്ളാണ് കേട്ടോ. എള്ളിപ്പോൾ ഇതുപോലെ ഡയറക്റ്റ് ആയിട്ടും ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ നെയ്യിൽ വറുത്തെടുത്തിട്ട് അതുപോലെയും ചേർക്കാം കേട്ടോ. നെയ്യിൽ വറുത്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു അപ്പത്തിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉണ്ടാവും. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ആക്കി ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ണിയപ്പം കഴിക്കുന്ന സമയത്ത് എള്ള് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഒരു 1/2 ടേബിൾ സ്പൂണോളം വരുന്ന എള്ളും കൂടി നമ്മൾ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ അപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം വരുന്ന പശു നെയ്യാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഗീ ആണ് കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് 1 ടീസ്പൂണോളം ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പം തന്നെ നമുക്ക് ഈ ഒരു അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇനി ഇതേ ഉണ്ണിയപ്പച്ചട്ടിയിൽ ആവശ്യത്തിന് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് 1 സ്പൂണോളം വരുന്ന
നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാവ് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഇത് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ പൊങ്ങി വരുമ്പോൾ ശ്രദ്ധിച്ചോളൂ, നമ്മളിതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പൊങ്ങി വന്നോളൂ. എന്നിട്ട് ആ ഒരു ഉണ്ണിയപ്പ ചട്ടിയിൽ നിന്ന് കറക്റ്റായിട്ട് വിട്ട് വരും കേട്ടോ ഇത്. അപ്പോൾ തീ എന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചോളാം. ഏറ്റവും ലോ ഫ്ലെയിമിലോ അല്ലാന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലോ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ അപ്പം നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് ഇതുപോലെ ഒരു സൈഡ് ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ പതുക്കെ നമുക്ക് ഇതുപോലെ അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതിപ്പോൾ ഒരു ടൂത്ത് പിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഈർക്കിളിയോ ഇതുപോലെ കമ്പോ വെച്ചിട്ട് പതുക്കെ നമുക്ക് ഇതുപോലെ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു മാവ് വെച്ചിട്ട് ഇത്രയും അധികം ഉണ്ണിയപ്പം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. പുറമേ ഈ ഒരു ഭാഗം നല്ല ക്രിസ്പിയും അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ. ഈ ഒരു ഉണ്ണിയപ്പം കഴിക്കുന്ന സമയത്ത് നമ്മളിത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഉണ്ണിയപ്പമാണെന്ന് പറയില്ല, അത്രയും ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഉൾഭാഗമൊക്കെ. അത്രയും കണ്ടോ കറക്റ്റായിട്ട് ആരൊക്കെ എടുത്ത് നിന്ന് പോലെയുള്ള ആ ഒരു കറക്റ്റ് ടെക്സ്ചറിലുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് കേട്ടോ. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.